ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു എഗ് മുഗലായി അല്ലെങ്കിൽ ഒരു എഗ് ക്രീമി ഡിഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് പാൻ എടുത്തിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവോള, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 2.5 മീഡിയം സൈസിലുള്ള സവോളയാണ്. അത് തിന്നായിട്ടൊരു തിന്നെന്നാവണമെന്നില്ല, റഫ്ലി ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കാം. അപ്പം ഈ കറി എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും അല്ല വൈറ്റ് റൈസിൻ്റെ കൂടെയും അല്ല ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 20 സ്ലൈസ്ഡ് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഒരു 5-6 പച്ചമുളകും, പിന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒരു 7-8 ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതേ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മീൻസ് ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴന്നിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബ്രൗണിഷ് ആവാൻ പാടില്ല, ഇതേ കളർ വേണം നമുക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രേവിയുടെ കളർ മാറിപ്പോവും. എന്നിട്ട് അതൊരു ബ്ലെൻഡറിലിട്ടിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി അതേ പാനിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച എഗ്സ് എടുത്തിട്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി കൊടുക്കണം, കുക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട്, സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പുറത്ത് ഒരു കവറിങ്ങിൻ്റെ സോഫ്റ്റ്നെസ് പോകുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ലൈറ്റായിട്ട് കളറ് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് ഈ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതേ ഓയിലിലേക്ക് തന്നെ അതെടുത്തതിന് ശേഷം ഈ അരച്ച് വച്ചിരിക്കുന്ന ആ ഗ്രേവി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പും കൂടി, നമ്മൾ നേരത്തെ സവാള വഴറ്റാനോ അങ്ങനെ ഒന്നിനും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് ടർമറിക് പൗഡറും കൂടി, ഇപ്പോൾ കളറ് നിങ്ങൾക്ക് ഈ വൈറ്റ് പേലായിട്ടുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഓഫ് ടർമറിക് പൗഡറും കൂടി ഞാനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ചില ആൾക്കാർക്ക് വൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കറി ആയിരിക്കും ഇഷ്ടം, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ചൊന്ന് ആ ഒരു പേൽ കളറ് പോകാൻ വേണ്ടിയിട്ട് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രേവി നല്ലോണം തിളയ്ക്കുന്ന ടൈമിൽ ഒന്നും കൂടി കുറുകി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഷ്യും ആമൻസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്, കാരണം ഈ ഒരു കറി ഒരു ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആ ഒരു റിച്ച് ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത എഗ്ഗും കൂടി ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ജസ്റ്റ് ആ ഒരു ഫ്ലേവർ, എഗ്ഗിൻ്റെ ഫ്ലേവർ ഗ്രേവിയിലോട്ടും ഗ്രേവിയുടെ ഫ്ലേവർ എഗ്ഗിലോട്ടും പിടിക്കുന്ന ഒരു ടൈം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് ആ കസൂരി മെത്തി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് കൈൻ്റെ ഇടയിൽ വെച്ചിട്ട് വാം ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും. അതാകുമ്പോൾ ആ മുഗലായിയുടെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും കസൂരി മെത്തിയുടെ ആ ഒരു ഫ്ലേവറും കൂടി വന്നാലേ അത് ശരിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് എന്താ പറയുക വാങ്ങിച്ച് വെക്കാം. ജസ്റ്റ് ഒരു ചൂടായി